പൈസ. ഈ കുറച്ച് പൈസ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ആളുകൾ കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയോ ഇതല്ലേ അവരുടെ കയ്യിൽ പോകുന്നത്? ഇതെങ്ങനെ ഇവർക്കെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും? ഇവർക്കെങ്ങനെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും? പറ്റില്ല. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെ മനുഷ്യനായിട്ട് അവർ കാണില്ല. കാരണം വേറൊരു മനുഷ്യന് അനുഭവിക്കാനുള്ള സാധനം എങ്ങനെ അവർക്ക് എടുക്കാൻ പറ്റും? പാടില്ല. ഇത് സിവിക്കായിട്ട് അവർക്കില്ലാത്തതിന്റെ കുഴപ്പമാണ്. നമുക്കുണ്ടാവും സിവിക്കായിട്ട്. അടുത്ത ആഴ്ച ഇലക്ഷൻ വരികയാണ്. ഐ തിങ്ക് അടുത്ത ആഴ്ച 9th or 13th കൊണ്ടാണ്. ഓക്കെ ഡെമോക്രസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എത്രത്തോളം ഡെമോക്രസി വിശ്വസിക്കുന്നു ഇല്ല എന്നൊക്കെ വേറെ ദിവസം പറയാം. ബട്ട് സ്റ്റിൽ വിശ്വസിക്കുന്ന എല്ലാവരും പോവുക, വോട്ട് ചെയ്യുക. ആർക്ക് വോട്ട് ചെയ്യും? മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു പാർട്ടിയോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു മനുഷ്യനോ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അയാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതാണെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കും. ഓക്കെ, ഈ പാർട്ടിയുടെ കൈ എന്നുള്ള ഒരു ചിഹ്നം അല്ലെങ്കിൽ അരിവാൾ ചുറ്റുക എന്നൊരു ചിഹ്നം അല്ലെങ്കിൽ താമര എന്നൊരു ഇതൊന്നും നോക്കി പോകരുത്. നോ, പ്ലീസ് ദയവ് ചെയ്ത് പോകരുത്. ഓക്കെ, പോവുക. വ്യക്തി നല്ലതാണ്, വോട്ട് കൊടുക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചെന്ന് പറഞ്ഞാൽ ക്യൂ നിൽക്കാതെ ചെന്ന് കണ്ട് പറഞ്ഞു പറ്റുമെങ്കിൽ കുറച്ചു നേരം വിഷമം അറിയിക്കാനും കരയാനും പറ്റുന്ന ഫ്രീഡമുള്ളൊരു നേതാവ് നിങ്ങളുടെ ചുറ്റിനുണ്ടോ? അയാൾ സ്ഥാനാർത്ഥിയാണോ? വോട്ട് കൊടുക്കുക, കൊടുക്കണം. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനാണ്, സിവിലൈസ്ഡ് ആണ് നമ്മൾ. ഓക്കെ, നമ്മൾ വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആരെ പോയി കാണും? ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ ജീവിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് പോയി കണ്ടാൽ അവർക്ക് നമ്മളെക്കാളും വലിയ നെറ്റ്വർക്ക് ഉണ്ട്, അവർക്ക് നമ്മളെ സഹായിക്കാം. അതുകൊണ്ട് വോട്ട് ചെയ്യണം ഉറപ്പായിട്ടും. ഓക്കെ,